നമ്മൾ 67-ലാണ് ബെസ്റ്റ് ബേക്കേഴ്സ് തുടങ്ങുന്നത്. അച്ഛൻ ജ്യൂസ് സ്ട്രീറ്റിൽ പത്മ തിയേറ്ററിൻ്റെ സൈഡിലുള്ള റൂട്ടിലാണ് ജ്യൂസ് സ്ട്രീറ്റ്. അവിടെയാണ് ആദ്യത്തെ ഷോപ്പ് നമ്മൾ തുടങ്ങുന്നത്. അതിനുശേഷം നമ്മൾ കച്ചേരിപ്പടി വന്നു, കലൂർ, ഇടപ്പള്ളി, അങ്ങനെ സ്ഥാപനങ്ങൾ വരുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ബെസ്റ്റ് ബേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. അപ്പം നമ്മളും ആ സമയത്തൊന്നും ഇങ്ങനെ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയായി മാറും, അല്ലെങ്കിൽ ഇത്രയധികം കടകൾ വരുന്നൊന്നും നമുക്കും അറിയില്ലായിരുന്നു. നമുക്ക് അന്നൊരു അത്ര ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം പല സ്ഥലങ്ങളിലും നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടെയൊക്കെ ഓരോ ബെസ്റ്റ് ബേക്കേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ പറ്റി സംസാരിക്കുമ്പം അങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെ നമുക്ക് പ്രശ്നങ്ങളായി വരാൻ തുടങ്ങി. കേരളത്തിൽ എവിടെ നോക്കിയാലും നിങ്ങൾ ബെസ്റ്റ് ബേക്കേഴ്സ് കാണാം. ഇപ്പം കുറേ ആൾക്കാരൊക്കെ ഇപ്പോൾ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ അടുത്ത് നിന്ന് വർക്ക് പഠിച്ച് ഇങ്ങോട്ട് വരികയുണ്ടായത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളടുത്ത് നിന്ന് വർക്ക് പഠിച്ച് പോകുന്ന ആൾക്കാർ അവരുടെ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ബെസ്റ്റ് ബേക്കേഴ്സ് എന്നുള്ള പേരുകൾ ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമുക്കൊരു ഐഡൻറ്റിറ്റി വലിയ പ്രശ്നമായി. അപ്പോൾ ഞങ്ങൾ 2012 നമ്മളൊരു ബ്രാൻഡ് ഒന്ന് മാറണം, ബ്രാൻഡിങ് ഒന്ന് പുതുതായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആശയം വന്നു. ഞങ്ങൾ ഫാക്ടറി അന്ന് ബേക്കറി ബീന്ന്, അപ്പോൾ ആ ബ്രാൻഡ് തന്നെ നമ്മൾ ഷോപ്പിലേക്കും കണ്ടിന്യൂ ചെയ്യുക, പ്രോഡക്റ്റിലേക്കും കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു സ്വന്തം ഐഡൻറ്റിറ്റിയിൽ നിൽക്കുക എന്നുള്ളത്. ചില പേരുകളുണ്ട്, ബെസ്റ്റ് ബേക്കേഴ്സുമാർ തന്നെ റോയൽ ബേക്കേഴ്സ്, അങ്ങനെ കുറേ പേരുകൾ എല്ലാ സ്ഥലത്തും കോമൺ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന. അപ്പോൾ അതിൽ നിന്ന് മാറി ഒന്ന് ഒരു സ്വന്തം ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബേക്കറി ബി എന്നുള്ളതിലേക്ക് പോകാനായിട്ടൊരു കാരണം.